ദൈവത്തിന്റെ ധന്യതിരുനാമം ഈ പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let God's divine name be glorified this morning as well. അനുഗ്രഹീതമായ നല്ലൊരു ദിനം കൂടിയും കർത്താവ് ദാനമായി നൽകിയല്ലോ. അതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. God has given us one more beautiful day to come to His presence, and I thank God for this beautiful day that He has given to us. ദൈവവചനം എപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. God's word is a word that always strengthens us. ദൈവത്തിന്റെ വചന തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നിറവിലേക്ക് നമ്മളെ നടത്തുന്നതാണ്. When we study the word of God, we understand the word of God will lead us into fulfillment. ഹല്ലേലൂയ. അതിനാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ദൈവവചനം നമുക്ക് പഠിക്കാം, അതിനെ ഗ്രഹിക്കുവാൻ ദൈവം വേണ്ടിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് യാചിക്കാം. And if that is true, let us all pay our attention to listen to the word of God, and let us be blessed, and let us pray to God that He will give us the grace to understand this. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ഒരു തിരുവചനത്തെ ആധാരമാക്കിക്കൊണ്ട് ഹല്ലേലൂയ തുടർന്നുള്ള ചിന്തകൾ തുടർമാനമായി നമ്മൾ ചിന്തിച്ചു വരികയാണല്ലോ. In the last 2 weeks we have been meditating from one key scripture, and we've been learning from the scriptures over the last 2 weeks. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 8 മുതൽ 11 വരെയുമുള്ള വചനഭാഗമാണല്ലോ നമ്മുടെ കുറിവാക്യം. Our key verse for meditation over the last 2 weeks was from 2 Peter chapter 1 verses 8 to 11. അവിടെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്ന ഒരു പദപ്രയോഗത്തിൽ കൂടി ആ വചനം വളരെ പ്രസക്തമാകുകയാണ്. Before we understand that when we read the scriptures, it says, for if you possess these qualities, and from those verses we have learned so many things. Hallelujah. Hallelujah. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഒരു വ്യക്തിക്ക് ഒരു ദൈവ പൈതലിന് ധാരാളമായി ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. And the meditation over the last 2 weeks were that if you do these things, or if you had these qualities, you will enter into the kingdom of God. That's what we meditated over the last 2 weeks. അതേ തിരുവചനത്തിൽ 4 വിധമായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അവിടെ കണ്ടു. And we understood that in those scriptures we understood there are 4 types of divine blessings. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ദിവ്യശക്തിയെക്കുറിച്ചും ഹല്ലേലൂയ ദിവ്യമായ ദാനത്തെക്കുറിച്ചും ദിവ്യമായ വാഗ്ദത്തങ്ങളെക്കുറിച്ചും ദിവ്യമായ സ്വഭാവത്തെക്കുറിച്ചുള്ളതായ ഹല്ലേലൂയ അതായത് കർത്താവിന്റെ സ്തോത്രം പ്രതിപാദിക്കുന്ന ചിന്തിപ്പിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. In the last weeks we also studied about the 4 things that we receive from the Lord: the divine power, the divine gift, the divine character, the divine blessing of the Lord. We studied all these 4 things in the last 2 weeks. Hallelujah. Hallelujah. കർത്താവിന് അതിനുശേഷം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും നിങ്ങൾ എന്താക്കണം? കൂടുതൽ ഉറപ്പാക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. And then also in that scriptures it says you need to make sure your selection and your calling upon your life, you need to make it more sure. ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ട്. How many of you are happy to know that? ഹല്ലേലൂയ. Hallelujah. നമ്മുടെ മേൽ ഒരു വിളിയുണ്ടെന്ന്. That there is a calling upon your life. ഹല്ലേലൂയ. Hallelujah. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതാണ്. And that God has selected you and I. നല്ല സന്തോഷം നിങ്ങൾക്കുണ്ടോ? Are you happy to know that you have been selected and you have been called? ഹല്ലേലൂയ. നമ്മളൊരു തുണി വാങ്ങുവാൻ വേണ്ടി ഒരു ഷോപ്പിൽ കടന്നു ചെന്നാൽ പലവിധമായിരിക്കുന്ന തുണികൾ അവിടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വളരെ നമുക്ക് ഹല്ലേലൂയ ഇഷ്ടമാകുന്നതിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ഈ ലോകത്തിൽ അനവധി പേര് ലോകത്തിലുള്ളപ്പോഴും നമ്മളെ ദൈവം തിരഞ്ഞെടുത്താൽ അതിന്റെ പിന്നിൽ നമ്മളോട് ദൈവത്തിന് ഇഷ്ടം തോന്നിയതാണ്. You know, it's just like you walking into a clothes shop and there are many clothes that you see, but then you buy a cloth that you love and you would want to wear. Similarly, God, among all these people in the world, God chose you because He has great love towards you, that He has called you and selected you. Hallelujah. ആ സത്യം നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയും. And if that is true and you recognize that you are being loved and that is why you're selected, your heart should rejoice knowing that. അപ്പോൾ നമ്മളെ വിളിച്ചതിന്റെ പിന്നിൽ, നമ്മളെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ദൈവത്തിന് നമ്മളോടുള്ള ബന്ധത്തിലുള്ള ആഗ്രഹം, അവന്റെ ഹല്ലേലൂയ ഡിസയർ
എന്തെന്ന് നമ്മൾ നന്നായി അറിയേണ്ടത് വളരെ ആവശ്യമാണ്. You know, there is always an intention on why God has selected you, which is love, and there is also one thing that He has selected you is to make sure that His desire for your life is being fulfilled, or His desire is being fulfilled. അതിന് നന്നായി അറിയേണ്ടത് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവം എന്തിനാണ് വിളിച്ചത്, എന്തിനാണ് തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ കൂടുതൽ അറിയേണ്ടത് ആവശ്യമാണ്. And it is your duty and responsibility to understand why God has chosen you and I. അപ്പൊ ആ കുറിവാക്യത്തിനോട് ബന്ധപ്പെട്ട ഒരു 2 വാക്യം കൂടി ഇന്ന് നിങ്ങളുമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. And today in relation with the key words that we meditated, I want to give you another 2 key verses that we will meditate today. ഒന്ന് 1 John chapter 2 verse 27 ആണ്. The one is 1 John chapter 2 verses 27. ഹല്ലേലൂയ. അതിനോട് കൂടെ മറ്റൊരു വാക്യം കൂടി ഉണ്ട്. അത് 1 John chapter 4 verse 13 ആണ്. എന്നാൽ നമുക്ക് ആദ്യമേ നമ്മൾ 1 John 2:27 വായിക്കാം. So first we meditate on 1 John 2:27. എന്താണ് അവിടെ പറയുന്നത്? What does it say? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം, അതാണ് നമ്മൾ ദിവ്യശക്തിയെ കുറിച്ച് പഠിച്ചത്. ഹല്ലേലൂയ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ എന്ത് ചെയ്യാണ്? വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാൽ അത് സത്യം തന്നെ ആയിരിക്കാലും ആ ദിവ്യശക്തി നിങ്ങളിൽ എന്ത് ഉപദേശിച്ച് തന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അതിൽ വസിക്കുക എന്നുള്ളതാണ്. And the scriptures read like this: As for you, the anointing you have received from him remains in you, and you do not need anyone to teach you. But as his anointing teaches you about all things, and as the anointing is real, not counterfeit, just as it has taught you, remain in him. കണ്ടില്ലേ? അപ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് മാത്രമല്ല, ദൈവം നമ്മളെ വിളിച്ചത് മാത്രമല്ല, അതിനെ ഉറപ്പാക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കണം, വിളിച്ചവനെയും തെരഞ്ഞെടുത്തവന്റെ ഉള്ളിൽ ഒരു ദിവ്യ ശക്തി അഭിഷേകത്തെ നൽകിയിട്ടുണ്ട്. ആ അഭിഷേകം മുഖാന്തരം നിങ്ങൾക്ക് ഉപദേശം വചനത്തിൽ നൽകപ്പെട്ടിട്ടുണ്ടെന്ന്, ആ വചനം ഉപദേശിക്കപ്പെട്ട വചനത്തിൽ നമ്മൾ നിരന്തരം വസിക്കണം എന്നാണ് ഹല്ലേലൂയ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. And what God's desire for the people that he selected is that there is a divine power which is called the divine anointing that has come through his word, which he wants you to remain in at all times. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? Are you able to understand? അതായത് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ വിളിച്ചു, that God has called you and I, എന്നിട്ട് ആ ദിവ്യ ശക്തിയെ നമ്മളിലേക്ക് പകർന്നതാണ് അഭിഷേകം. and then he has given you a divine power which is called the anointing. അല്ലെങ്കിൽ ആ anointing ആണ്, അഭിഷേകമാണ് നമ്മളെ ഉപദേശിച്ച് നൽകുന്നത്. And that anointing is what is guiding you, teaching you. Hallelujah. Hallelujah. ആ ടീച്ചിങ്ങിന്, ആ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ നമ്മളിലേക്ക് പകരപ്പെട്ട പഠിപ്പീരുകളുണ്ടല്ലോ വചനത്തിന്റെ, അതിൽ ദൈവ പൈതൽ എപ്പോഴും വസിക്കണം എന്നാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. And this anointing also teaches us things through the word, and what God desires is that you remain in the teaching through the anointing that is being given to you. Hallelujah. Hallelujah. Remain in the teaching. Remain, say it after me, remain in the teaching. നിങ്ങൾക്ക് വചനം സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? Are you able to enjoy this word? ഞാൻ ഇത് പഠിക്കുന്നതോറും ഞാൻ ഇതിൽ സന്തോഷിക്കുന്നു. And the more I study the word, I am really enjoying. Hallelujah. Hallelujah. ദൈവവചനം പറയാം, അത് നമ്മൾ വസിക്കണം. And because the Bible is saying you need to dwell in the teaching or be continue in the teaching. Hallelujah. ദൈവത്തിൽ വസിക്കുക. That dwell in God. Hallelujah. അർത്ഥം ഹല്ലേലൂയ, നമ്മൾ ഇതിനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ എപ്പോഴും കൂടെ പറ്റിയിരിക്കുക എന്നാണ്. That what God's desire for man, for him is that he wants to remain with him or be close to him. 1 John chapter 4:13 അതിനോട് ചേർന്ന് നമുക്ക് അനുബന്ധിച്ച് വായിക്കാം. We'll also read 1 John chapter 4 verses 13 in എന്താണ് relation to പറയുന്നത്? this. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന്
ആ, അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ തന്നതിനാൽ നാം അറിയുന്നു. അറിയുന്നു. ഹല്ലേലൂയ. 1 John 4:13 says, "This is how we know Ah. that we live in Him, Amen. and He is in us. He has given us of See, His അവിടെയും Spirit." ആത്മാവുണ്ട് കേട്ടോ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. So even there it mentions about the Holy Spirit. അതില് നാം അവനിലും അവൻ നമ്മിലും ഹല്ലേലൂയ വസിക്കുന്നു. That it says, "This is how we know that we live in Him, and He in us." ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിൽ വസിക്കുന്നു എന്ന്. That you live in Him. ഹല്ലേലൂയ. എന്ന് എങ്ങനെയാണത് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്? And how do you know that you live in Him? ഹല്ലേലൂയ. വചനം പറയുന്നത് അല്ലെങ്കിൽ അവനിൽ നമ്മൾ വസിക്കുന്നു എന്ന് അവൻ തന്ന ആത്മാവ് ഹല്ലേലൂയ നമ്മളിലേക്ക് തന്നതിനാലാണ് നമുക്കത് മനസ്സിലാക്കാൻ The കഴിയുന്നത്. reason how you know that you live in Him is because of the Spirit that He has given you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മളിലേക്കെല്ലാം ഒരു സ്പിരിറ്റ് ആണ്, ആത്മാവിനെ ദൈവം തന്നിരിക്കുന്നു. That God has given you a spirit, and that is how you know you dwell in Him. ഹല്ലേലൂയ. അതിന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, അതിനെ ക്രോഡീകരിച്ച് പറഞ്ഞാൽ വസിക്കുക, അവനിൽ വസിക്കുക. If you had to summarize this, you will have to tell only one thing, and that is He wants to അതിനാണ് dwell. ദൈവം നമ്മളെ വിളിച്ചത്. And He wants to dwell with you. അതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. And that is why He has selected you. അതിനെ നമ്മൾ കൂടുതൽ ഉറപ്പാക്കിക്കൊണ്ടിരിക്കണം. And the dwelling, you have to make it more ബൈബിൾ sure. പറയുന്നത് ശ്രമിക്കണമെന്നാ പറയുന്നത്. The Bible says make every effort into making sure you Every dwell. effort. ഹല്ലേലൂയ. The Bible says make every effort. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചു എന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. That you need to tell yourself and make every effort to telling yourself that you have been called by God to dwell with Him. ഹല്ലേലൂയ. Dwell with him. To dwell with Him. അവനിൽ വസിക്കുക. To dwell with Him. പറഞ്ഞിട്ട് വസിക്കുക. Say it after me, dwell. ഹല്ലേലൂയ. വസിക്കുക. Say it after me, dwell. ഹല്ലേലൂയ. Dwell. ഹല്ലേലൂയ. വസിക്കുക. Say dwell. വസിക്കുക. Dwell. അവനിൽ വസിക്കുക. To dwell in അവൻ Him. നമ്മളിലും നാം അവനിലും വസിക്കുക. He dwells in us and we need to dwell in Him. അതിനാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് the clear evidence that we are abiding in Christ എന്നുള്ളതാണ്. Here talks about the clear evidence of us abiding in Christ. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരുവനിൽ അടയാളങ്ങളുണ്ട്. You know, there is signs or there are signs that shows when someone is abiding in Christ. അങ്ങനെയാണെങ്കിൽ And if that is true, ക്രിസ്തുവിൽ വസിക്കുന്നതിന് തെളിവുകൾ ഒരുവനിൽ ഉണ്ടെങ്കിൽ ക്രിസ്തുവിൽ വസിക്കാത്തതിന്റെ തെളിവുകളും അവനിലുണ്ട്. so if there are signs for someone who abides in Christ, there are also for signs for someone who does not abide in Christ. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഒരുവനെ കാണുമ്പോഴേ അതിന്റെ എവിഡന്റ് റേഡിയന്റ് ആയിട്ട് കാണാം. You know, when you see someone, the radiance of someone abiding or not abiding in Christ becomes very evident. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് അവനിൽ നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ കൂടി റിഫ്ലക്ട് ആകോ ഇവൻ ക്രിസ്തുവിലാണ് ഉള്ളത്. When someone says that when you know that someone is abiding in Christ, you will understand from his lifestyle or his fruitfulness of his life whether he actually abiding in Christ or not. ഹല്ലേലൂയ. Hallelujah. ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുന്നു എന്നതിന്റെ തെളിവ് അവന്റെ ജീവിതം കൊണ്ട് റിഫ്ലക്ട് ആകും. And if someone is abiding in Christ, it will be reflected through his life. ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുന്നില്ല എന്ന് കണ്ടോ, അങ്ങനെയാണെങ്കിൽ തന്നെ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. And if someone is not abiding in Christ, that will still be reflected in this person's life. യേശു കർത്താവ് തന്റെ ഒരു പ്രഭാഷണത്തിൽ ഒരു തോട്ടത്തെ പരിചയപ്പെടുത്തി പ്രസംഗിക്കുന്നത് നമുക്ക് കാണാം. You can see in Jesus's parables. പാരബിൾ അല്ല, Jesus' teaching. പ്രസംഗത്തിൽ പ്രഭാഷണത്തിൽ ഹല്ലേലൂയ ഒരു തോട്ടത്തെ ഉപമിച്ച് പ്രസംഗിക്കുന്ന കാണാം. In Jesus' teaching, one of his teaching, he talks about an example of a garden. ഹല്ലേലൂയ. Hallelujah. ഒരു തോട്ടം. He talks about a farm or a garden. Oh, vineyard. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ യേശു കർത്താവ് പറയുകയാണ് ആ തോട്ടത്തിൽ ഒരു തോട്ടക്കാരനുണ്ട്. And Jesus saying in that vineyard there was a farmer or there's a gardener. ഗാർഡനർ ഉണ്ട്. ആ തോട്ടത്തിന് ഒരു ഗാർഡനർ ഉണ്ട്. There was a gardener for this garden. ആ തോട്ടത്തിൽ ഒരു മുന്തിരിവള്ളിയുണ്ട്. And there was a vine in that garden. അത് യേശു കർത്താവ് തന്നെ പരിചയപ്പെടുത്തുകയാണ്. And that is how Jesus introduces him. അത് എന്നിട്ട് പറയുന്നു And says, ഞാനാണ് ആ മുന്തിരിവള്ളി. and he says, I am the vine. നിങ്ങളോ കൊമ്പുകളത്രേ. And you are its branches. ശ്രദ്ധിച്ച് കേൾക്കണേ. Listen to me carefully. ഈ ഞാൻ എന്ന പദപ്രയോഗം അത് സിംഗുലർ ആണ്.
You know, the word I is singular. I am the word usage, I am the wine. I am the true wine. അവിടെ ഞാൻ എന്ന പദപ്രയോഗം അല്ലെങ്കിൽ സിംഗുലർ ആണ്. The word I am the true wine, the I is singular. അല്ലെങ്കിൽ നിങ്ങളോ കൊമ്പുകൾ എന്നത് പ്ലൂറൽ ആണ്. And when it says, and you are the branches, meaning it is plural. അല്ലെങ്കിൽ ഒരു വള്ളിയേ ഉള്ളൂ കേട്ടോ. That means there is only one ഒറ്റ വള്ളിയേ ഉള്ളൂ. വള്ളി വൈൻ. there is only one vine. ഹല്ലേലൂയ. ഒറ്റ വള്ളിയേ ഉള്ളൂ. There is only one vine. ഹല്ലേലൂയ. പക്ഷെ കൊമ്പുകളാണെങ്കിലോ അതിൽ പലതാണ്. But branches are many. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇന്ന് ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്ന നാം ഓരോരുത്തരും ഹല്ലേലൂയ ആ ഒറ്റ വള്ളിയിൽ കിടക്കുന്ന കൊമ്പുകളാണ്. So you and I who are come to this worship, we are all different branches that are in one vine. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഹല്ലേലൂയ നമ്മളെ ഒടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഹല്ലേലൂയ മുന്തിരിവള്ളിയാകുന്ന യേശുവിൻ കർത്താവ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. We were born and we have branches in different parts, and he has broken those branches and he has grafted into the vine that he is. ഭാരതത്തിൽ നിന്ന് വന്നിരിക്കുന്ന കൊമ്പുകൾ ഇവിടെ ഉണ്ട്. There are branches that have come from India. ന്യൂസിലാൻഡിൽ നിന്നുള്ള കൊമ്പുകൾ ഇവിടെ There are ഉണ്ട്. branches from New Zealand. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന കൊമ്പുകൾ There ഇവിടെ are ഉണ്ട്. branches from South Africa. ഹല്ലേലൂയ. എത്രയൊരു സന്തോഷമുണ്ട്. How many of you are happy to know that they are all branches? ഹല്ലേലൂയ. Hallelujah. ഈ എല്ലാ കൊമ്പിനെയൊക്കെ കൊണ്ടുവന്ന് ഒറ്റ വള്ളിയിൽ പിടിച്ചു വെച്ചു. And all these branches God brought and put together in one vine. വിവിധ സ്ഥലങ്ങളിലായിരുന്ന കൊമ്പുകളായിരുന്ന നമ്മളെ കർത്താവാകുന്ന യേശു എന്ന മുന്തിരിവള്ളിയിലേക്ക് ദൈവം ഗ്രാഫ്റ്റ് ചെയ്തു, ബഡ് ചെയ്തു വെച്ചു. That we were branches at different parts of the world, but he has grafted ourselves into Jesus Christ, the true vine. ഹല്ലേലൂയ. Hallelujah. എന്നാൽ യേശു കർത്താവ് ഈ കൊമ്പുകളെ രണ്ടായി തിരിച്ചു. But then what happened is Jesus Christ classified the branches into two. ആമേൻ. Amen. ഒന്ന് One വസിക്കുന്ന കൊമ്പ്, is the branches that live. രണ്ട് വസിക്കാത്ത കൊമ്പ്. And second, the branches that don't live. രണ്ടാമത് Second, അതിൽ ഫലം കായ്ക്കുന്ന കൊമ്പുണ്ട്. there is branches that produce fruit, ഹല്ലേലൂയ. ഫലം കായ്ക്കാത്ത കൊമ്പുണ്ട്. and there are branches that don't produce. ഇതാണ് ഇതിന്റെ വ്യത്യാസം. And that is the difference. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മുന്തിരിവള്ളിയിൽ അത് പല കൊമ്പുകളുണ്ടെങ്കിലും ഹല്ലേലൂയ ഫലം കായ്ക്കുന്ന കൊമ്പും വസിക്കുന്ന കൊമ്പുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. You know, even though there are so many branches in the vine, the branch that God desires to have is the branch that produces fruit, and the branch that remains in the vine. എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവേ ഹല്ലേലൂയ എനിക്ക് അങ്ങയിൽ വസിക്കുന്ന ഒരു കൊമ്പായി എനിക്ക് മാറണം. How many of you desire in this place that you want to become branches that dwell in this true vine? നിങ്ങൾ ഈ വചനത്തിൽ കൂടെ ഹല്ലേലൂയ നിങ്ങൾ കൂടെ വരണം. And you need to journey with me when we share. പരമാർത്ഥ ഹൃദയത്തെ ഒന്ന് ഉണർത്തണം. And just open your hearts and respond to the നിങ്ങൾ word. പരമാർത്ഥ ഹൃദയത്തെ ഒന്ന് ഉണർത്തണം. Open your word and respond to ഹല്ലേലൂയ. your എന്നാൽ word. മാത്രമേ ദൈവത്തിന്റെ വചനത്തിന്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുവാൻ. And then if you only open your hearts and respond is when God's word can come bring life. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഒരു റിച്വൽ ആയിട്ട് എന്നെ മാറ്റരുത് കർത്താവേ. And you need to say to God, God, don't make me a ritual person. ഹല്ലേലൂയ. ആരാധനയ്ക്ക് പോകുന്നു, ചെയറിൽ ഇരിക്കുന്നു, ഹല്ലേലൂയ കർത്താവ് എന്തൊക്കെ പറയുന്നു, പിന്നെ പോകുന്നു. അല്ല, അതല്ല കർത്താവേ, എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തി അതിൽ അങ്ങയിൽ വസിക്കുന്ന അതൊരു കൊമ്പായി അങ്ങയ്ക്ക് ഫലം കായ്ക്കുന്ന ഒരു കൊമ്പാക്കി എന്നെ അവിടുന്ന് ആക്കി തീർക്കണേ. ഹല്ലേലൂയ. Your heart's cry should be that you should not be a ritual thing of coming to church and listening to the word, but your heart's desire should be that God, I want to be a living branch that dwells in you at all time, that produces fruit. യേശുവേ എന്ന മുന്തിരിവള്ളിയോട് ഹല്ലേലൂയ ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ബഡ് ചെയ്യപ്പെട്ട ചേർത്ത് ഒട്ടിച്ചിരിക്കുന്ന കൊമ്പുകളിൽ കർത്താവ് അതിനെ രണ്ടായി തരംതിരിച്ച് പറയുകയാണ്. വസിക്കുന്ന കൊമ്പും ഫലം കായ്ക്കുന്ന കൊമ്പുമായി ദൈവം അതിനെ And here തിരിച്ചിരിക്കുകയാണ്. God is talking about the branches that have been grafted to him, and he's saying that I prefer to have branches that produce fruit and that remains in me. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കൊമ്പ് ഈ മുന്തിരിവള്ളിയിൽ അല്ലെങ്കിൽ ഈ കൊമ്പ് പൊട്ടി കിളർന്നു വന്നതല്ല, അല്ലെങ്കിൽ എവിടെയോ ആയിരുന്ന നമ്മളെ ഒട്ടിച്ചു
ചേർത്തതാണ്. You need to understand one truth, that the branches did not grow out from the vine, but you were branches from that were somewhere else, and you have been grafted into the vine. ഹല്ലേലൂയ. ന്യൂ ടെസ്റ്റ്മെന്റിൽ അത് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. കാട്ടുമുന്തിരി വള്ളിയായ നമ്മളെ ഹല്ലേലൂയ നാടുമുന്തിരിയായ നല്ല മുന്തിരിവള്ളിയോട് ചേർത്ത് ഒട്ടിച്ചു. The Bible says that we were wild branches that are being grafted into the true vine. ഹല്ലേലൂയ. നമ്മൾ പൊട്ടിക്കിടന്നൊന്നും വന്നതൊന്നല്ല കേട്ടോ. You are not born into this true vine. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ കൂടെ അങ്ങോട്ട് കിളർന്നു വന്നതല്ല. യഹൂദനാണെങ്കിൽ അതൊക്കെ പറയും, ഞാൻ അങ്ങനെയാ കിളർന്നു വന്നത്. But the Jews will say that we were vines that came out of the true vine. ഹല്ലേലൂയ. Hallelujah. അവരുടെ അങ്ങനെയൊക്കെ പറയാം. They may say അവകാശമൊക്കെ പറയാം. that we are the true vine, but we were not like that. ജാതീയരായിരുന്നു നമ്മൾ. We were all Gentiles. ആർക്കും വേണ്ടാത്തവരായിരുന്നു. We were all people that nobody നമ്മുടെ wanted. മാതാപിതാക്കളുടെ ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഒരു തലമുറകൾ ഹല്ലേലൂയ നമ്മൾ പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമ്മൾ കർത്താവില്ലാത്തവരും രക്ഷ കാണാത്തവരും സത്യമറിയാത്തവരും വെളിച്ചം കാണാത്തവരും ഒക്കെ ആയിരുന്നു. ഹല്ലേലൂയ. Few generations back, our forefathers never knew the Lord, never knew anything about the Lord. But just imagine you and I are so blessed to know the Lord and being grafted into this true vine. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഹല്ലേലൂയ കൊമ്പുകളായ നമ്മളെ കർത്താവാകുന്ന യേശുവിനോട് ഇന്ന് പകൽ നിന്റെ ഹൃദയം സന്തോഷിക്കട്ടെ. ഇന്ന് പകൽ നിന്റെ ആത്മാർത്ഥ മനസ്സ് ഒന്ന് ഉണരട്ടെ. ഇത്രയും ഭാഗ്യം എനിക്ക് അപ്പച്ചൻ തന്നല്ലോ, ഇത്രയും കൃപ എന്നിലേക്ക് അപ്പച്ചൻ പകർന്നല്ലോ എന്നോർത്ത് ദൈവത്തിൽ മഹത്വപ്പെടുത്തണം. Your heart should be filled with joy and overwhelming, because you need to think that you are a branch that was once rejected, but now you have been grafted into the true vine, and God has made you into one. ഒട്ടിച്ചവനോട് ഉള്ള എന്റെ പ്രതികരണം എന്താ? So what is your response to the one that has grafted you? ഹല്ലേലൂയ. എന്റെ പ്രതികരണം ദൈവം ആഗ്രഹിക്കുന്നത് abide in him. And that is the response that he desires from the one that has grafted you into the vine, is that you abide in him. Abide in him. Abide in him. ഹല്ലേലൂയ. തെരഞ്ഞെടുത്തത് കർത്താവിന്റെ സോവറിനിറ്റി ആണെങ്കിൽ Selection of you is the sovereignty of God. ഹല്ലേലൂയ. വസിക്കുക എന്നുള്ളത് ഹല്ലേലൂയ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. Action of abiding is your response to എത്രയൊക്കെ the one that is മനസ്സിലാകുന്നു? grafting you. How many of you understand? എത്രയൊക്കെ മനസ്സിലാകുന്നു? How many of you understand? Hallelujah, if God has chosen you with His sovereign power, it is my responsibility to abide and to dwell in God. God choosing you is a sovereign act of the Lord, but you abiding in the Lord is a response to the one that has grafted you. ദൈവം തന്റെ പരമാധികാരത്തിൽ അവൻ എന്തൊക്കെ ചെയ്യും അതെല്ലാം ചെയ്യും. God in his sovereignty will do certain things and he will do it. എന്നാൽ നമുക്ക് ചില കടപ്പാടുണ്ട്. But there are some things you are liable ആ to do. കടപ്പാടുകളെ മറക്കരുത്. And don't forget the ആ liability. കടപ്പാടുകളെ മറക്കരുത്. Don't forget what you're liable to. ഒരിക്കൽ കൂടെ പറയട്ടെ, ആ കടപ്പാടുകളെ മറക്കരുത്. Don't forget the liability that you have. ഒന്നിച്ച് ചേർക്കപ്പെട്ട ദൈവ പൈതലും കടപ്പാടുകളെ മറക്കരുത്. Don't forget the as branches that have been നമുക്ക് grafted. കുറേ Don't forget your റെസ്പോൺസിബിലിറ്റി liability. കർത്താവ് There is തന്നിട്ടുണ്ട്. so many responsibility that God has given you. നല്ല ദേശത്ത് നമ്മൾ വസിക്കുമ്പോ, When you are living in a good land, നല്ല ഭവനത്തിൽ നമ്മൾ പാർക്കുമ്പോ, when you are living in a good house, നല്ല വണ്ടി ഓടിക്കുമ്പോ, when you drive a good car, നല്ല ഭക്ഷണം കഴിക്കുമ്പോ, when you eat good food, അത് നല്ല സാലറി നമ്മൾ പ്രാപ്തമാക്കുമ്പോ, when you earn good salary, അത് എല്ലാ ഗുഡ്നെസ്സുകൾക്കും അത് ദൈവം നമുക്ക് ചൊരിഞ്ഞു നൽകിയപ്പോ when God has showered you with all കടപ്പാടുകളെ these goodness, മറന്നുള്ള യാത്ര അപകടമാണ്. don't forget the responsibility that you ഇത് have. പകൽക്കാലത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. How many of you are able to ഓ understand? പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തി ഇന്ന് പകൽക്കാലം ആധികാരികതയോടെ അറിവിയ ദൈവവചനത്തെ ഞങ്ങൾക്ക് കൈമാറുകയാണ്. Today God is telling you about the responsibility that you and I have as branches of Thank the you Lord for grafted. every goodness in my life. Thank you Lord for every goodness in my life. Thank you Lord for the favor that you showered upon my Thank you Lord for the life. favor that you showered But upon my help life. me Lord to abide in you and to know the responsibility, hallelujah, that I have for you Yeah, Lord. help me Lord to abide in you and to know the responsibilities that you have. കടപ്പാടുകളെ for me. മറക്കരുത്. Don't forget the responsibilities. കടപ്പാടുകളെ മറക്കരുത്. Don't forget the അത് responsibilities. പാപത്തിൽ കിടന്ന നമ്മളെ, That you were once in sin. ശാപത്തിൽ കിടന്ന നമ്മളെ, One you were in curse. അനീതിയിൽ കിടന്ന നമ്മളെ, You are in injustice. ഹല്ലേലൂയ, ഇരുട്ടിന്റെ അന്ധകാരത്തിൽ അതിൽ കിടന്ന നമ്മളെ, You are dwelling in
the darkness. ഈ ലോകത്തിന്റെ ശക്തിയുടെ പിടിയിൽ കിടന്ന നമ്മളെ, You are in the strongholds of the evil. മരണത്തിന്റെ അധികാരത്തിൽ കിടന്ന നമ്മളെ, Your death had power over you. നരകത്തിന്റെ വക്കിൽ പോകുന്ന നമ്മളെ You are in the entrance of the hell. തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് നല്ല മുന്തിരിവള്ളിയോട് ഒട്ടിച്ചേർത്ത ആ നല്ല നാഥനെ ഇന്ന് പകൽക്കാലം ധ്യാനിക്കാൻ കഴിയുമോ? Are you able to then meditate on the one that has called you? You are on the way to destruction, but he has taken you and grafted you into the true vine. Hallelujah. Thank you, Jesus. Thank you. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. എന്നെയും അപ്പച്ചൻ കണ്ടല്ലോ. Thank you, Jesus, for എന്നെയും അപ്പച്ചൻ seeing. കണ്ടല്ലോ. Thank you, Jesus, for seeing me. Thank you, Lord. എന്റെ കുടുംബത്തെ അപ്പച്ചൻ കണ്ടല്ലോ. Thank you, Jesus, for seeing my family. അങ്ങയുടെ മുന്തിരിയോട് ഒട്ടിച്ചേർക്കുവാൻ അങ്ങക്ക് എന്നോട് മനസ്സ് തോന്നിയല്ലോ. Father God, thank you, Father God, for you even thought for making a wild branch like me being grafted into the true vine like you. നിങ്ങൾക്കൊരു കാര്യം പറയാമോ? Do you know one thing? ഇതൊരു പ്രിവിലേജാണ്. This is a privilege. ഇതൊരു പ്രിവിലേജ്. This is a privilege. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ How many of കഴിയും? you are able to understand ദൈവത്തിന്റെ പൈതലാകുക എന്നുള്ളത് ഒരു പ്രിവിലേജ് that ആണ്. being a child of God is a ഒന്ന് privilege? ധ്യാനിച്ച് Just meditate on that. ഹല്ലേലൂയ. പ്രിവിലേജ് നിങ്ങൾക്ക് ദൈവം നൽകുമ്പോൾ കൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. And you know, when God has given you this privilege, He has also given you responsibilities. നിങ്ങൾക്കറിയാമോ, the more the privileges that you enjoy, the more the responsibility that is with you. The more privileges you enjoy, the more responsibility that comes along with it. ആദാമിനെ ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി. When God put Adam into Garden of Eden, ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രിവിലേജ് ആണ് ആദാമിന് ദൈവം കൊടുത്തത്. and God gave Adam a privilege like that. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ തന്നെ അതിന്റെ കൂടെ കുറെ റെസ്പോൺസിബിലിറ്റി കൊടുത്തു. And God not just put Adam there, but God gave Adam many responsibilities. God has given Adam privileges. God has given Adam privileges, Same time God gave him responsibility. but God gave him a responsibility. എന്താണ് അവന് കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ റെസ്പോൺസിബിലിറ്റി? So what are the responsibilities that has been given to Adam? നീ തോട്ടത്തെ കാക്കണം. That you have to guard the garden. God appointed Adam as a steward of the garden. God appointed Adam as a steward of the garden. Hallelujah. To work in the To garden, work in the garden. to take care of the To garden, take care of the garden. to protect the garden, To protect the to garden. cultivate the garden, Cultivate the garden. to name the animals. To name the animals. Hallelujah. To live in fellowship with God. To live in fellowship with the God. ഇതൊക്കെ അവന് കൊടുത്തിരിക്കുന്ന കടപ്പാടുകൾ. And these are the responsibilities that were given to Adam for dwelling in the garden. Hallelujah. എന്നാ അവന്റെ privilege അറിയണം നിങ്ങൾക്ക്? You know what are the privileges that Adam had? He had a direct relationship with God. He had a direct relationship with God. അത് privilege അല്ലേ? Isn't that a privilege? Hallelujah. Hallelujah. He had authority over creation. He had an authority over creation. Hallelujah. Hallelujah. അവന്റെ മുൻപിൽ സിംഹവും അവന്റെ മുൻപിൽ ആനയും അവന്റെ മുൻപിൽ കടുവയും അവന്റെ മുൻപിൽ മത്സ്യവും അവന്റെ മുൻപിൽ പറവകളും എല്ലാ ഇടജാതികളും അവന്റെ വാക്കിനെ അനുസരിക്കുന്ന ഒരു അധികാരം അവന് കൊടുത്ത് പ്രിവിലേജ് നൽകി. God had given him a privilege where the lions could come, he could name the lions could come, the elephants could come, all the creatures could come to him. Hallelujah. അവന് കൊടുത്ത മറ്റൊരു പ്രിവിലേജ് എന്താ? You know what is another privilege that was given അവന് to Adam? തോട്ടത്തിൽ ഏത് ഭാഗത്തും നടക്കാം. You know, he could walk any part of the garden. ഏത് മരത്തിന്റെയും ഹല്ലേലൂയ ഫലത്തെ അവന് കഴിക്കാം. He could eat the fruit of any tree in the garden. ഹല്ലേലൂയ. നടുവിൽ നിൽക്കുന്ന മരത്തെ മാത്രം വിട്ട് മറ്റേതിനും അവന് ആസ്വദിക്കാം. But except for the one tree, he can eat any fruit from any other tree. അതൊക്കെ വലിയ പ്രിവിലേജ് അല്ലേ? Isn't that a great privilege? അത് മാത്രമല്ല, And not just that, God had given him the privilege of companionship. God had given him the privilege of companionship. ഒരിക്കലും അവൻ തന്നെ ഇങ്ങനെ ഹല്ലേലൂയ ഗാർഡനിൽ നടക്കുക. And once he was just walking alone in the ദൈവം garden, അവനെ നോക്കി and God looked at എന്ന് him പറഞ്ഞു, and said, മനുഷ്യനേകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു. and God saw and said, it is not good for man to be alone. എന്ന് പറഞ്ഞു അവനൊരു കമ്പാനിയൻ ഉണ്ടാക്കി. And God made a companion. ഹല്ലേലൂയ. എന്ത് പ്രിവിലേജ് അല്ലേ? What a privilege God gave. So when God gives privilege, he also gives responsibility. When God gives privilege, He also gives responsibility. പ്രിവിലേജിൽ സന്തോഷിക്കുന്ന ഒരുത്തൻ റെസ്പോൺസിബിലിറ്റിയിൽ ഹല്ലേലൂയ ഉത്തരവാദിത്വമുള്ളവനായി. You know, if you enjoy the privileges given to you by God, you also need to be responsible for the responsibilities that has been assigned to you with the privileges. ഇന്ന് പകൽക്കാലം എത്ര സന്തോഷം. ഞാൻ പ്രിവിലേജ്ഡ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? How many of you in this place can you say that I am a privileged person? ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് ഉള്ളിൽ ഹല്ലേലൂയ നല്ല ബോധ്യമുണ്ട്. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനോട് പറയുക, കർത്താവ്, thank you Lord for the privilege. And if you really know in your heart that you are a privileged person, lift your hands up and say, thank you Lord for the privilege that you have. Thank you Lord. Thank you Lord for the Hallelujah.
ഇന്ന് പകൽ എത്ര പേരുടെ ഉള്ളിൽ ഒരു നല്ല ബോധ്യമുണ്ട്, I am a privileged person. How many of you have this understanding in your heart that you and I are the privileged person of the Lord? Hallelujah. പ്രിവിലേജ് ഉള്ള നിനക്ക് കുറെ കടപ്പാടുകൾ. And if you are privileged, you also have responsibility. ദൈവം തരുന്ന പ്രിവിലേജിനെക്കാളും ദൈവം തരുന്ന റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതൽ മതിപ്പുള്ളത്. You know, it's more than the privileges, it is the responsibility of the Lord that gives full contentment or fulfillment. ഹല്ലേലൂയ. അതാണ് വളരെ ഹല്ലേലൂയ തൂക്കം കൂടുന്നത്. And that has weighs more. ദൈവം അതിലാണ് വളരെ സന്തോഷിക്കുന്നത്. God is more happier. നൽകപ്പെട്ട കടപ്പാടുകളൊക്കെ വളരെ കൃത്യതയോടെ നിഷ്ഠയോടെ ചെയ്യുമ്പോൾ അതിന് സന്തോഷിക്കുന്ന ഒരു ദൈവമാണ്. God is a God that rejoices not, he rejoices with the privileges he gives you, but he's more rejoicing when you take care of the responsibilities that come with the privilege. ഏറ്റവും വലിയ പദവി പ്രിവിലേജ് ഏതാണെന്ന് അറിയാമോ? Do you know what is the greatest privilege? Yes, to be a child of God. To be a child of God. Hallelujah. ഏറ്റവും വലിയ പ്രിവിലേജ്. That is the greatest privilege. Hallelujah. Hallelujah. ദൈവത്തിന്റെ പൈതലാകുക എന്നുള്ളത്. That to be a child of God is the greatest. അഭിമാനത്തോടെ പറയുവാൻ കഴിയണം, I am a child of God. You should be able to proudly say that I am a child of God. വളരെ ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, I am a child of God. You should be boldly be able to say that I am the child of പണ്ട് God. പണ്ട് 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 ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു പാട്ട് എനിക്ക് നല്ല ഓർമ്മയാണ്. And you know, long back when I in Sunday school, I learned this song. I am a child of Jesus. That I am the child of Jesus. And there is no one greater than him. And there is no one greater than And him. since I am a child of Jesus, And since I am the child of Jesus, I can shout the songs of victory. and I can Songs of victory. Songs of victory. Though Satan will try with all his might. Satan will try With all his might, but by the power of Jesus, I will stand up and I will fight. by the power of Jesus, I'll stand up and fight. Hallelujah. Hallelujah. Any time at all when he tries to make me fall, Anytime he tries to make me fall, I will punch him, kick him, I'll make him run. I will punch Hallelujah. him, kick him, and make him run. Because I have an authority. Because I have an authority. Because I have a voice. Because I have a voice. Because I have a power. Because I have the power. Hallelujah. I always love that song. I always love that song. Hallelujah. I am a child of Jesus. That I am the child of Jesus. I have power in me. I have power in Authority in me. me. I have authority in me. How many of you are happy this morning? How many of you are happy this എത്ര morning? പേർക്ക് സന്തോഷം? How many of you are happy this I am morning? so privileged That you and I are so that I am a privileged. child of That Jesus. you and I are the child of God. അധികാരത്തോടെ പറയണം, I am a child of You Jesus. should be able to loudly. നിങ്ങൾക്കറിയാമോ, യേശുവിൽ നിന്ന് പകരപ്പെട്ട ഈ പദവിയിൽ നിന്നാണ് വരുന്നത്. അത് ശത്രുവിനോട് പോരാടുവാൻ കഴിയുന്നത്. And it is only this from this position that you will be able to fight the enemy. അതിന് ഇരുട്ടിനോട് അല്ലെങ്കിൽ പോരാടുവാൻ കഴിയുന്നത്. It is only from this position that you will be able to fight the ഒരു darkness. ദൈവപൈതലിന് മാത്രമാണ് ഹല്ലേലൂയ അന്ധകാരത്തിന്റെ ശക്തിയോട് ഹല്ലേലൂയ കടപിടിക്കുവാൻ കഴിയുന്നത്. It is only the child of God that will be able to battle the spirits. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിനെതിരായി കടന്നു വരുന്ന ഏത് ദുഷ്ടശക്തിയാണെങ്കിലും ഒരു ദൈവപൈതൽ എപ്പോഴും യേശുവിന്റെ രക്തത്തിന്റെ കവറിലായതുകൊണ്ട് ഹല്ലേലൂയ അവന് ഒന്നും ഹല്ലേലൂയ അനർത്ഥത്തെയും പേടിക്കേണ്ട വരികയില്ല. You know, as a child of God, whatever troubles comes against the enemy brings to you, as a child of God, he will not fear. The child of God will not fear. പകൽക്കാലം മനസ്സിലാക്കണവർ എല്ലാവർക്കും പോരാടുവാൻ കഴിയത്തില്ല. You need to understand one truth, that not everyone can fight the battle. എല്ലാവരും പോരാട്ടത്തിൽ ജയിക്കത്തില്ല. Not everyone who fights the battle. യേശുവിന്റെ രക്തത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവപൈതൽ അവന്റെ രക്തത്തിന്റെ അടയാളം കൊണ്ട് അവൻ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ഏത് ദുഷ്ടശക്തിയും പ്രതികരിച്ച് മുന്നോട്ട് പോകും. But let me tell you, not everyone who fights the battle wins. Not everyone who fights will be able to fight. But the one who is covered by the blood of Jesus is the one that fights and overcomes. I am a child of Jesus. That I am the child of Jesus. പറഞ്ഞിട്ട് I am a child of Say it Jesus. after me, that I am the child of Jesus. I am a child of Jesus. Say it after me, that I am the child of I Jesus. have covered by the blood of Jesus. I am covered by the blood of Jesus. I am enjoying the grace of Jesus. I am enjoying the grace of Jesus. I have, hallelujah, I am filled by the anointing of the Lord. I am filled with the anointing of the Lord. Hallelujah, ധൈര്യത്തോടെ പറയുവാൻ കഴിയണം. You should be able to boldly say that you are the child ഞാൻ of God. ദൈവത്തിന്റെ പൈതലാണ്. That you are the child of God. ഹല്ലേലൂയ, എന്റെ മേൽ ദൈവത്തിന്റെ രക്തമുണ്ട്. That there is blood covering upon എന്റെ you. മുകളിൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. And there is an anointing over you. എന്റെ മുകളിൽ ദൈവത്തിന്റെ ദാനങ്ങളുണ്ട്. And there is great blessings upon you. എന്റെ മുകളിൽ ദൈവം തന്നിരിക്കുന്ന
അനുഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. There are divine promises upon your life. എന്റെ മുകളിൽ ദൈവത്തിന്റെ നേച്ചർ തന്നെ ഉണ്ട്. And there is a divine nature upon your അത്രയും life. ബ്ലെസ്ഡ് ആണ് ഞാൻ. And that blessed you and I are. ഹല്ലേലൂയ. Hallelujah. എന്റെ ആരാധനയുടെ കേന്ദ്രം അത് നമ്മുടെ കർത്താവാണ്. You know, the base of your worship is The center of my worship. The center of your worship is Jesus. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ആരാധനയുടെ പ്രേരക ശക്തി എന്ന് പറയുന്നത് തന്റെ ദൈവമാണ്. The power of your worship is Jesus himself. നമ്മുടെ ആരാധനയുടെ സന്തോഷം എന്താ പറയുന്നത് ദൈവമാണ്. You know what is the joy of your worship is Jesus. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ വർഷിപ്പ് പുൾപിറ്റ് ബേസ്ഡ് അല്ല. Your worship is not a pulpit based worship. സ്റ്റേജ് സെന്റേർഡ് അല്ല. It's not a stage centered worship. എത്രയോ മനസ്സിലാകുന്നു. How many of you understand? ചിലവർക്ക് ആരാധന വരണമെന്നുണ്ടെങ്കിൽ സ്റ്റേജ് വന്നാലേ പറ്റത്തുള്ളൂ. Some people, they have to come to the stage to worship. ഹല്ലേലൂയ. സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ തുള്ളുന്നു, ചാടുന്നു, ഹല്ലേലൂയ ശബ്ദം വെക്കുന്നു. എന്നാൽ ഹല്ലേലൂയ എല്ലാവരോടും കൂടെ ആരാധിക്കുമ്പോൾ ആരാധനയില്ല ഒന്നുമില്ല. You know, but when some people, when they come to the stage, they have all these worship, they sing loudly, all those things, but when they are in people, ഞാൻ they ഇങ്ങനെ cannot do പലപ്പോഴും all these ചിന്തിച്ചു worship. പോയിട്ടുണ്ട്. And sometimes I have thought about this. എന്താണ് കർത്താവ് അതിന്റെ കാര്യം? What is the reason that they are able to worship from the stage and not from the crowd? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ശബ്ദം വരത്തില്ല. Their voice will not come and they're in the crowd. കരമടിക്കത്തില്ല. They will not be able to clap their hands. തുള്ളിച്ചാടുന്ന ഞാൻ കണ്ടിട്ടില്ല. I have not seen them jumping when they're in the crowd. ഹല്ലേലൂയ. കണ്ണിൽ നിന്ന് കണ്ണുനീര് കുഴലിൽ പൊഴിയുന്നത് ഞാൻ I കണ്ടിട്ടില്ല. have not seen tears coming out when they're in the crowd. ഞാനത് ജനറലി പറയുന്നതാണ്. I'm just talking about this generally. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ഇല്ലാന്നല്ല, അങ്ങനെ ഉണ്ട്. It is not that I'm not telling എന്നാൽ you പലപ്പോഴും that, വലിയ ഹല്ലേലൂയ അബദ്ധങ്ങൾ ഇതിന് സംഭവിക്കാറുണ്ട്. but there are many troubles that could happen. എന്നാൽ to this. അങ്ങനെയുള്ളവർക്ക് ഒരു സ്റ്റേജ് കിട്ടട്ടെ. And let's imagine if people like that gets the stage, ഹല്ലേലൂയ. അവിടെ അവർ പാടുന്നു, and then they will start singing, അവിടെ അവർ ചാടുന്നു. and there they will start jumping. ഹല്ലേലൂയ. Hallelujah. Our worship is not stage centered. Our worship is not stage-centered worship. Hallelujah. Pulpit centered. Our worship is not a pulpit-centered ഹല്ലേലൂയ. worship. അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ആരാധിക്കുവാൻ കഴിയുന്നവരാണ് ദൈവത്തിന്റെ പൈതൽ. The one that is able to truly worship is the one that is able to sit there and be here. ഹല്ലേലൂയ. Hallelujah. എത്രയൊക്കെ How സന്തോഷിക്കാൻ many are കഴിയും. able to rejoice? ആത്മാർത്ഥതയോടെ പറയണം, Are you able to കർത്താവേ എന്നെ എവിടെ that കൊണ്ടിട്ടാൽ ഞാൻ ആരാധിക്കും. you should be able to say, God, wherever you put me, Yeah, I will കൊണ്ടിട്ടാൽ. worship. Wherever you put me, I will ഹല്ലേലൂയ. worship. 1000 ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒരുവനുണ്ടെങ്കിൽ അവിടെയും ആരാധിക്കും. Even I am one among the 1,000 people, I 10 will പേരെ ഉള്ളോ worship. അവിടെയും ഞാൻ എന്റെ അപ്പച്ചനെ ആരാധിക്കും. And even if there is only 10 people, I will ഹല്ലേലൂയ. worship. എന്റെ ആരാധനയുടെ മാനദണ്ഡം ക്രൗഡ് അല്ല. My foundation of my worship is not people. ഹല്ലേലൂയ. ആരാധനയുടെ ഹല്ലേലൂയ കേന്ദ്രബിന്ദു മാനദണ്ഡം ബിൽഡിംഗ് അല്ല. The requirement of my worship is not a building. ആരാധനയുടെ മാനദണ്ഡം ഞാൻ അപ്പച്ചന്റെ പൈതൽ എന്നുള്ളതാണ്. The foundation of your worship, the requirement of worship is that you are the I child know of that God. I am a child of That God. you know that you are the child of God. I can worship You anywhere. can worship anywhere. If you put me into the jail or the prison, I will worship. If you put me to the prison, I will worship. If you send me to the island, I will worship If you God. send me to the island, I will worship the Lord. God, hallelujah, because I am a child of God. Because I am the child of ഞാൻ God. യേശുവിന്റെ പൈതലാണ്. I am the child of God. Hallelujah. Hallelujah. നമുക്ക് ദൈവം പദവികൾ നൽകുമ്പോൾ, And when God gives you positions, ഹല്ലേലൂയ, നമുക്ക് കർത്താവ് റെസ്പോൺസിബിലിറ്റികൾ കൂടെ നൽകുകയാണ്. and God also gives you responsibilities. ഹല്ലേലൂയ. Hallelujah. അത് ചെയ്യുവാൻ പരാജയപ്പെടരുത്. And you should not fail to fulfill those അവനിൽ responsibilities. വസിക്കുക എന്നുള്ളത് നമ്മുടെ ഹല്ലേലൂയ ദൗത്യമാണ്. And to abide in Him is the greatest responsibility. നമുക്കറിയാമോ, ദൈവം ശൗലിനെ തെരഞ്ഞെടുത്തു, പ്രിവിലേജ് കൊടുത്തു. You remember that God selected Saul ഹല്ലേലൂയ, to be a king. to be the king of Israel. ഹല്ലേലൂയ. അതൊരു വലിയ പദവിയാണ്. And it was a great role or a privilege. ഇസ്രായേലിന്റെ ഒരു രാജാവാകുക എന്നുള്ളതൊക്കെ വലിയ പദവിയാണ്. That to become a king of Israel is a great calling or a privilege. എന്നാൽ ഹല്ലേലൂയ, ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, ശൗല് തന്റെ പദവിയെ ഹല്ലേലൂയ എൻജോയ് ചെയ്തെങ്കിലും ഉത്തരവാദിത്തത്തിൽ പരാജയപ്പെട്ടു. And the Bible says that Saul was able to enjoy the privileges, but he forgot the responsibilities that came with 1 Samuel that. chapter 15 verse 11 എന്താ പറയുന്നത് നോക്കാം. 1 Samuel chapter 15 verse 11. 1 Samuel 15 verses 11. Yeah. I regret that I have made Saul king. ദൈവം പറയാ, I regret. Here God is saying, I regret that I made Saul the എന്താണ് king. മലയാളത്തിൽ പറയുന്നത്?
അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിൽ ഉണ്ടായതെന്തെന്നാൽ ആ ദൈവത്തിന്റെ അരുളപ്പാട് ദൈവം പറയുക, ഞാൻ ശൗലിനെ രാജാവായി വാഴ്ചതിനാൽ ഞാൻ ശൗലിനെ രാജാവായി വാഴ്ത്തിയതിനാ എനിക്ക് മനസ്താപമായിരുന്നു. എന്റെ ഞാൻ മനസ്സിൽ ദുഃഖിച്ചു എന്ന് പറയാം. Here it says, I regret that I made Saul the king. ഹല്ലേലൂയ. Hallelujah. എന്താ കാരണം? എന്താ? You know what is the reason? ശൗലിന് പ്രിവിലേജ് നിങ്ങൾ കൊടുത്തു. That God gave Saul a privilege, but അവന്റെ ഉത്തരവാദിത്വം, അവന്റെ കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. but he failed to fulfill the responsibilities that came with the privilege. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കുമ്പോൾ, Today when the Holy Spirit looks at you, നമ്മളെ നോക്കുമ്പോൾ when he looks at all of us, അവന്റെ മനസ്സ് ദുഃഖിക്കരുത്, his whole spirit should not be grieving. ദുഃഖിക്കരുത്. His spirit should not be ദൈവം grieving. പൈതലാക്കിയതിൽ ദൈവം ദുഃഖിക്കരുത്. That God should not grieve that he made you his child. എനിക്ക് നന്മകൾ അവൻ തന്നത് അല്ലെങ്കിൽ കണ്ട് അതിനെ ഹല്ലേലൂയ അതിനെ താങ്ക് യു ലോർഡ്, ഞാൻ എൻ്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണ്. അപ്പച്ചൻ തരുന്നതിലെല്ലാം നിറവോടെ സന്തോഷിക്കാൻ കഴിയുന്ന ദൈവം പൈതലായി സ്തോത്രം. That I thank the Lord for people who are able to enjoy whatever he has given കർത്താവ് you. ആരോഗ്യം തന്നതിനായി സ്തോത്രം. That you need to thank the Lord for the health that he's given you. അപ്പച്ചൻ ആയുസ്സിനെ ദീർഘിപ്പിച്ചതിനായി സ്തോത്രം. That he has given you a long life, he's given you. സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം നന്ദി പറയാൻ കഴിയണം. കർത്താവാണ് എല്ലാം തന്നത്. That you should be able to proudly and happily say that God is the one that gave me everything in my life. ഹല്ലേലൂയ. Hallelujah. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, നമ്മളെ നോക്കുന്ന ദൈവം നമ്മളെ നോക്കി ദുഃഖിക്കരുത്. That if the God, just remember that when God looks at you, he should not feel regretted. നിനക്ക് എങ്ങനെ നിന്റെ ഹൃദയത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമോ? Are you able to ask yourself these questions? ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ആരാധന ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നുണ്ടോ? Then are you able to worship to the great extent that God wants you to worship? ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തെ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? You need to ask yourself, we all need to ask ourselves these questions, that am I able to live a spiritual life that God wants me to live? ദൈവം തരുന്ന ആയുസ്സിന്റെ ഈ ദിവസങ്ങളിൽ എപ്പോഴും ചോദിക്കണം, കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ അങ്ങയിൽ വസിക്കുവാൻ എനിക്ക് കഴിയുന്നു. You need to be able to ask, all of us should ask ourselves these questions, that am I able to abide in the way that you want me to abide in you? ഹല്ലേലൂയ. നമ്മളെ തെരഞ്ഞെടുത്തതിൽ ദൈവത്തിന്റെ മനസ്സ് ദുഃഖിക്കരുത്. That God should not regret the decision that he has chosen you. നമ്മുടെ ആരാധന കണ്ട് ഹല്ലേലൂയ അവൻ എന്നാലും ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ട് അവൻ ആരാധിക്കുന്നില്ലല്ലോ. That God should not think that I've given him so much but he still does not worship me. ഹല്ലേലൂയ. യോബിനെ നോക്കി, Look at Job. തന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാൻ. That whatever circumstance of Job's life, he gave worship. എനിക്ക് വളരെ സന്തോഷിച്ച ഒരു ഭാഗമുണ്ട്. There's a section in Job's book that really makes me ദൈവം joyful. അവനെ ധാരാളമായി അനുഗ്രഹിച്ചു എന്നാ ബൈബിൾ That the പറയുന്നത്. Bible says that God blessed him in a great measure. ഭയങ്കര ധനികനായിരുന്നു And then the ബൈബിൾ. Bible says he was a rich man. മറ്റുള്ളവരിൽ കാണാത്ത ഒരു ദൈവത്തോടുള്ള കൂറ് അവനുണ്ടായിരുന്നു. But there was an attachment to the Lord that God could not find in anyone else. ഹല്ലേലൂയ. Hallelujah. സർവ്വസാധാരണ അല്ലെങ്കിൽ സമൃദ്ധിയുടെ അല്ലെങ്കിൽ പരാകാഷ്ഠതയിൽ അല്ലെങ്കിൽ പലപ്പോഴും ദൈവത്തെ മറക്കാറുണ്ട് ജനങ്ങൾ. You know, sometimes when people are blessed so much, they forget God's provision in their life. ഹല്ലേലൂയ. എന്നാൽ യോബ് അങ്ങനെയല്ല. But Job was not like that. ബൈബിൾ പറയുന്നത് The Bible says, ഹല്ലേലൂയ, സമ്പത്തിന്റെ സമ്പന്നത മൂലം ഹല്ലേലൂയ തന്റെ മക്കൾ വഴി പെശകി പോകരുത് എന്ന് ചൊല്ലി അവന്റെ കുടുംബത്തിൽ ആരാധനയുടെ ഒരു ഹല്ലേലൂയ ഓൾട്ടർ അവൻ പണിതു എന്നാ പറയുന്നത്. the Bible says that Job had offered sacrifice to the Lord, thinking that his children would have sinned because of the life that they were leading. Abundance of everything. Abundance of provision of God. അതുകൊണ്ട് ഹല്ലേലൂയ മതിമറന്ന് ഹല്ലേലൂയ അവന്റെ മക്കൾ വഴി പെശകി പോകരുത് എന്ന് നനച്ച് അപ്പൻ യോബ് ഹല്ലേലൂയ യാഗപീഠത്തെ പണിതു. And Job is thinking that his children, after all the provisions may go away from the spiritual life. So he built an altar to offer sacrifices to the Lord for forgiveness. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നതിനായി സ്തോത്രം You പറയാം. need to lift up your hands and say thank you. ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് സ്തോത്രം Lift up your പറയാം. hands and say thank you, Lord, for selecting and bringing me. അടഞ്ഞ വഴികളെ ഞാൻ കണ്ടിരുന്നു, എന്നാൽ അപ്പച്ചൻ അവനെ തുറന്നു ഞാൻ കണ്ടു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? How many of you will be able to say that, Father God, there were many closed doors I saw, but you have opened all the doors for me? ഞാൻ ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ അപ്പച്ചൻ അവന്റെ സമയത്തിൽ എനിക്കൊരു അത്ഭുതത്തെ ചെയ്തു എന്ന് ഉൾബോധമുള്ളവരുടെ സ്തുതിച്ച്. If you have
have a heart that is completely knowing that there is a heart that you prayed for something that's for ഞാൻ long ജോലിക്ക് and വേണ്ടി you have been കാത്തിരുന്നു, given to എന്റെ it. അപ്പച്ചനൊരു വഴി തുറന്നു എന്ന് സ്തോത്രം പറയാൻ കഴിയുമോ That നിങ്ങൾക്ക്? you prayed for a job, that you waited and God opened the door for you. for a Hallelujah, job. hallelujah, hallelujah. Hallelujah. Oh, thank you, Lord. Thank you, Lord. എന്റെ ദൈവത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും That കഴിയുകയില്ല. you will not be able to have enough words to proclaim the goodness of God. ഹല്ലേലൂയ, ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രിയ ബ്ലെസ്സിമോൾക്കാൽ ഇവിടെ വന്ന സമയത്ത് ഓരോ ആഴ്ചകളിലും ഓരോ ടെസ്റ്റിമണികള് ദൈവം പ്രിയ മകളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. I remember when Blessy came into New Zealand that every week she had a testimony. ഹല്ലേലൂയ, എന്നിട്ട് ഹല്ലേലൂയ, പ്രിയ മോൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് ടെസ്റ്റിമണി ഒന്നും ഇല്ലല്ലോ കർത്താവേ, പറയാനില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്നാൽ എന്റെ ദൈവം എനിക്ക് ഓരോ ആഴ്ചയും ടെസ്റ്റിമണി തരികയാ എന്ന് ഇവിടെ നിന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. Blessy used to say that, Father God, I never had testimonies, but now, Father God, you have given me testimonies എത്ര every week. സത്യമല്ലേ ഇത്? How true is it? എത്ര നന്ദി പറഞ്ഞാലും മതി വരുവാൻ കഴിയാത്ത നിലകളെ നന്മകൾ അപ്പച്ചൻ നമ്മുടെ ജീവിതത്തോളം എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയണം, കർത്താവേ എന്നെ തെരഞ്ഞെടുത്തല്ലോ, എന്നെ വിളിച്ചല്ലോ, എന്നെ മാനിച്ചല്ലോ, അപ്പച്ചന് നന്ദി. If today morning, if that is true, you need to be able to lift up the name of Jesus, say, thank you, Lord, for honoring me, and thank you for giving me all these privileges that I thought I'll never have, but thank you, Lord. Your heart should be filled with joy and thanksgiving. Let your heart be filled with thanksgiving and അവനിൽ joy. വസിക്കുവാൻ മറക്കരുത്. Don't forget to abide in Him. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് അങ്ങയിൽ വസിക്കും. You need to remember the goodness of God in your life. Every day when you start your day, you need to be reminded of that you are a child of God and you are a privileged person and you are enjoying the provision of God. Hallelujah! Know your responsibility to abide in Him. Every day morning when you wake up, you need to think of the faithfulness and the goodness of God, and you should daily remember that you need to abide in Him. എനിക്ക് ആ മലയാള പാട്ട് വളരെ ഇഷ്ടമാണ്. And I really like this Malayalam song. എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാ ഇല്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാ ഇല്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ ആദിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, ഗതസമനയിലും ആദിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമായി കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമായി കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, എന്നെ തെരഞ്ഞെടുത്തു, ഓ എന്നെ ഉടകമ സദനരദനന്ദന എന്തു കണ്ടു യേശുവേ, എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പാരാവാൻ ഇല്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പാരാവാൻ ഇല്ലയേ, കൃപയൊന്നു മാത്രം. ഒരിക്കൽ കൂടെ ഇങ്ങനെ പറയാ, എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലേന്തു നീ കണ്ടേശുവേ,
യേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലേന്തു നീ കണ്ടേശുവേ ഒരു മാന്യതയും പരവാനില്ലയേ ദയവൊന്നു മാത്രമേശുവേ ഒരു മാന്യതയും ദയവൊന്നു മാത്രമേശുവേ ചുടരാമക റിബന സന്ദനേ ഒരു മാന്യതയും എനിക്ക് പറയുവാനില്ല. And the song says that God, I don't have any qualities to tell you. ഒരു യോഗ്യതയും എനിക്ക് Father God, I don't have anything to എനിക്ക് പറയുവാനുണ്ടെങ്കിൽ അപ്പച്ചന്റെ കൃപയൊന്നും. But Father God, if there is only one thing that I have to say, it is your grace. എനിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അപ്പച്ചൻ എന്നോട് കാണിച്ച, And if I have എന്റെ കുടുംബത്തോട് കാണിച്ച, എന്റെ മക്കളോട് കാണിച്ച ദയ ഒന്ന് മാത്രമാണ്. Father God, if I have only one thing to say, and that is only to talk about the goodness that you showed to me, to my family, and to my children. Hallelujah. Hallelujah. ഈ ദൈവത്തെ ഞാനൊന്ന് ഓർത്താൽ അന്തരീക്ഷം മറന്നു അപ്പച്ചനെ മഹത്വപ്പെടുത്താൻ. And you know, if you start thinking of the goodness of God in your life, the atmosphere changes. എന്റെ റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ ഒരിക്കലും പരാജയപ്പെടരുത്. And you should not fail in the responsibilities that God has given you. ഉണ്ണുക, കഴിക്കുക, ജോലി ചെയ്യുക, രാവിലെ എണീക്കുക, ഹല്ലേലൂയ, സന്ധ്യയാകുക, ഹല്ലേലൂയ, കിടന്നുറങ്ങുക, അതല്ലല്ലോ അപ്പച്ചൻ നമ്മളോട് ആഗ്രഹിക്കുന്നത്. The responsibilities that God has given you is not just to work, to eat, to sleep, and to wake up and go to work. This is not the responsibility that God has given you. എല്ലാ നന്മകളുടെ ഹല്ലേലൂയ ഉത്തരവാദി അപ്പച്ചൻ എന്ന ആ ഓർമ്മയിൽ അവനിൽ കൂടെ വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പദവി. That God has given you the greatest responsibility, that is to know the goodness of the Lord in your life, and when you realize it, your heart is wanting to abide in Him at all times. Hallelujah. ദൈവം നമ്മൾ ഹല്ലേലൂയ തിരഞ്ഞെടുത്തതിന്റെ മുഖ്യ ഉദ്ദേശം അവന്റെ ബന്ധത്തിൽ നമ്മളായിരിക്കുക. The main reason for your selection is that God wants to abide, wants you to abide in Him. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. This is what the Bible says. പാപം ചെയ്തപ്പോൾ ആദാം മരിച്ചു എന്നുള്ള ഒരു ഫ്രേസ് ബൈബിളിലുണ്ട്. Because there is a phrase in the Bible that says that when Adam sinned, he died. Hallelujah. Hallelujah. അക്ഷരിക മരണത്തെ പറ്റി അല്ല It's not talking about the act physical death. അതിന്റെ അർത്ഥം ബന്ധം മാറിപ്പോയി എന്നാണ്. And it says about the relationship has died. That's what it means. Hallelujah. Hallelujah. ദൈവത്തിൽ നിന്നുള്ള ഒരു ബന്ധം അവന് പോയി. And it says that when he sinned, the relationship died. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ബന്ധത്തിന് വളരെ പ്രാധാന്യതയുണ്ട് കേട്ടോ. And that means if it's so true, that means that God gives relationships a ദൈവത്തിന്റെ great value. ബന്ധത്തിൽ നിന്ന് ഒരു ശക്തിക്ക് നമ്മൾ അകറ്റരുത്. And no power, you should not let any powers separate you from the relationship that God has with you. നിങ്ങൾക്കറിയാമോ, ദൈവം 30 ലക്ഷത്തിലും പരം ജനങ്ങളുള്ള ഇസ്രായേൽ ജനത്തിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുത്തു. You know, out of 300,000 people of Israel, God selected 2 people. ഒന്ന് നൂനിന്റെ മകനായ യോശുവ, And ജോഷുവ, one is Joshua, ഹല്ലേലൂയ, പിന്നെ ജെഫുന്നിന്റെ മകനായിരിക്കുന്ന കാലേബ്. and then Caleb. ഹല്ലേലൂയ, ജോഷുവയും കാലേബിനെ ദൈവം തിരഞ്ഞെടുത്തു. God selected Joshua ഞാൻ and എപ്പോഴും Caleb. ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ഈ 2 പേരെ 30 ലക്ഷത്തിൽ നിന്ന് And തിരഞ്ഞെടുത്തു. I always used to wonder, from these 300,000 odd people, why did God select only 2? ഇന്ന് ഹല്ലേലൂയ കാലത്ത് ഹല്ലേലൂയ ആരാധന സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഹല്ലേലൂയ കർത്താവേ അലൻമോൻ ഒരു വചനം പറഞ്ഞില്ലേ, എനിക്കത് വളരെ ക്ലിക്കായിരുന്നു. And you know, when we started the worship, I said a word, and that word, my thought was, it really clicked. A different spirit, അല്ലേ? Extraordinary. Extraordinary spirit, ഹല്ലേലൂയ. Extraordinary spirit. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നത് കാലേബിലും യോശുവയിലും ദൈവം ഒരു ഡിഫറെന്റ് സ്പിരിറ്റ് കണ്ടു. That in Caleb and Joshua, they had an extraordinary spirit. Hallelujah. 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 Different spirit. A different spirit. വ്യത്യസ്തമായ ഒരു A ആത്മാവ്. different spirit. എന്നെ അത് ഭയങ്കര Hallelujah. ശക്തമായി എന്നെ തൊട്ടു. And it really touched me. ഹല്ലേലൂയ. Numbers chapter 14:24 എന്ന് വായിക്കാമോ? Numbers chapter 14:24. Numbers chapter. But because my servant Caleb Numbers. has a different spirit, ഡിഫറെന്റ് സ്പിരിറ്റ്. ഹല്ലേലൂയ. കണ്ടില്ലേ അതവിടെ നിർത്തിയാൽ മതി.
Caleb had a different spirit and follows him. ബന്ധത്തിന്റെ ഊഷ്മളതയാണ് അത് കാണിക്കുന്നത്. And it shows about the essence of a relationship. 30 ലക്ഷം ജനങ്ങൾക്കില്ലാത്ത ഒരു സ്പിരിറ്റ് ഇവരിൽ ഉണ്ടായിരുന്നു. That 300,000 people did not have this spirit, but these two people had that spirit. ഹല്ലേലൂയ. ഇത് Understand? കൂടെ വരണമേ. Journey with me in my thoughts. ഹല്ലേലൂയ. ദൈവം തന്റെ ബന്ധത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനെന്നറിയോ? ഈ ഒരു പ്രത്യേക സ്പിരിറ്റ് കാണാൻ. You know, but God has put you together. He selected you to have this different A different spirit. He has called you to have a different God spirit. found a different spirit in Caleb and in Joshua, that their heart was followed God wholeheartedly. Caleb and Joshua, God found them to have a different spirit, that their hearts were following him wholeheartedly. Hallelujah. Hallelujah. ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു പ്രത്യേക സ്പിരിറ്റ് അവർക്കുണ്ടായിരുന്നു. They had a spirit that always abided in the heart of the Lord. ഹല്ലേലൂയ. എപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ഇവരോടുള്ള ബന്ധത്തിൽ വലിയ പദ്ധതിയാണ്. And God had a great plan for these two people. Their heart always wanted to be in God. They always wanted to be in God. നിങ്ങൾക്കറിയാമോ, മറ്റാർക്കും കാണുവാൻ കഴിയാത്ത വാഗ്ദത്ത നാട് യോശുവയും കാലേബും ഹല്ലേലൂയ അവകാശമാക്കി തീർത്തു. And that, you know, a land, a promised land that Amen. no one could see. They inherited. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരോടോ പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ആലോചന കൈമാറുകയാണ്. ഈ കാലഘട്ടത്ത് നിന്റെ ഹൃദയം അപ്പച്ചനോട് അടുത്ത ബന്ധം നിനക്ക് വയ്ക്കുവാൻ സാധിക്കുന്നെങ്കിൽ നീ കാണാത്ത ചില നന്മകൾ നിന്റെ കണ്ണ് കാണുവാൻ, നിന്റെ കരം തൊടുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുമെന്ന് ആലോചന നൽകുകയാണ്. The Lord through the Holy Voice is telling prophetically to someone in this place that if you take hold and have a different spirit and you dwell in the Lord, God will bring you into certain promises that you will touch and you will see. ഹല്ലേലൂയ. ഒരു പ്രത്യേക ആത്മാവിന്റെ ഉടമകളായിരുന്ന കാലേബിനെ കൊണ്ടും യോശുവയെ കൊണ്ടും അത്ഭുതമായ ചില നന്മകളെ കാണുവാൻ തക്ക രീതിയിൽ അവരെ ദൈവം തുണപ്പെടുത്തിയെങ്കിൽ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം വചനം വെറുതെയാകുകയില്ല. നീ അപ്പച്ചനോട് പറ്റിയിരുന്ന മതി. നിനക്ക് എന്ത് വേണമോ, എവിടേക്ക് വരണമോ, ഏത് അനുഭവത്തിൽ എത്തിക്കണമോ അപ്പച്ചൻ അത് ചെയ്തെടുക്കും. If God took Joshua and Caleb and gave them a different spirit and they entered the promised land out of all people, the same God, if you dwell in him, will lead you to certain യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്താട്ടെ. ഓ, പലരുടെ കണ്ണിന് ആശ്ചര്യമാകുന്ന നിലകളിൽ അതിന് ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ഉയർത്തുവാൻ എന്റെ അപ്പച്ചൻ വിശ്വസ്തനാണ്. That God, the one who dwells and abides in the Lord, God is going to lift them up in a way that other eyes are going to be wondered and marveled upon how God honors someone ഈ that abides in ബന്ധത്തിന് him. ആ മാതിരിയുള്ള ഒരു പ്രത്യേക ശക്തി ഉണ്ട്. And you know, the relationship that you have with God when you abide in him has a great power. ഹല്ലേലൂയ. Hallelujah. Abide in God. Abide in God. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And that is what God desires. Abide in അതിനാണ് God. നമ്മൾ പ്രയത്നിക്കേണ്ടത്. And that is what you need to strive for. Hallelujah. You have to give much effort to, hallelujah, make sure of your calling and of your election. You know, you have to make sure about the calling and the election that you അതിനാണ് have. അപ്പച്ചനോട് വിളിച്ചിരിക്കുന്നത്. And that is why God has called you and I. തിരഞ്ഞെടുത്തത് അതിനാണ്. That is why God has selected you and I വസിക്കുവാനായി. to dwell with him. Hallelujah. 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 യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പഠിച്ചാൽ If you study John's Gospel chapter 15, അനേക ഹല്ലേലൂയ ദൈവത്തിൽ വസിക്കുന്നതിന്റെ പരിണിത ഫല അനുഗ്രഹങ്ങളെ പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട്. it talks about the many blessings that you get when you abide in the Lord. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ അതിപ്രാധാന്യം അറിയിക്കുന്ന 5 അനുഗ്രഹങ്ങൾ അതിൽ പറഞ്ഞത് ഞാൻ പറയാം. But I want to talk about the 5 main blessings that come when you abide in the Lord. അതിൽ 15-ാം അധ്യായത്തിൽ പല അനുഗ്രഹങ്ങളുണ്ട്. അത് പ്രാധാന്യമായ 5 ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ. There are so many blessings that are mentioned there, but there are only 5. I only want to bring in your attention the 5 of them. ബൈബിൾ പറയുന്നു, The Bible says നിങ്ങൾ എന്നിൽ വസിച്ചാൽ that if you dwell in me, ഒന്നാമത്തെ ബ്ലെസ്സിംഗ് ഞാൻ നിന്നിൽ വസിക്കും. that first blessing is that I will dwell with you. രണ്ടാമത് പറയുന്നത്, The second thing, നിങ്ങൾ എന്നിൽ വസിച്ചാൽ if you remain in me, അത് രണ്ടാമത്തെ അനുഗ്രഹം, നിങ്ങൾ ഫലം കായ്ക്കും. the second thing that will happen is you will be fruitful. ഹല്ലേലൂയ. മൂന്നാമത്തെ പറയുന്നത്, The third thing, നിങ്ങൾ എന്നിൽ വസിച്ചാൽ that if you dwell in me, ഹല്ലേലൂയ, അവിടെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവം നിനക്ക് ചെയ്തു തരും. that whatever you desire and you pray for will be done to you. Hallelujah. ഓ, Hallelujah. സന്തോഷം കഴിയുന്നുണ്ടോ? Are you able to rejoice in the happiness of the Lord?
നിങ്ങളുടെ ശരീരം ക്ഷീണമായിരിക്കും. Your bodies may be സന്തോഷിച്ചോ, tired, സന്തോഷിച്ചോ. but you need to rejoice in the അതിന്റെ Spirit. തെളിവുകളല്ലേ ദൈവം നമുക്ക് കാണിച്ചു And തരുന്നത്. that is why God has showcased such evidences to you. അല്ലേ 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 അല്ലേ. Just think of it. നിങ്ങൾ ആഗ്രഹിച്ചില്ലേ, ഒരു ചില കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചില്ലേ? Didn't you desire for certain things in your life? ഹല്ലേലൂയ. കർത്താവേ ഇങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചില്ലേ? Didn't you desire for certain things in എനിക്ക് your ഇങ്ങനെ life? അപ്പച്ചൻ ചെയ്താലെന്ന് തോന്നിയിട്ടില്ല നിങ്ങൾക്ക്? Have you not ever thought like God? അതിനുവേണ്ടി Have കണ്ണുനീര് നിങ്ങൾ ഒഴുക്കിയിട്ടില്ലേ? you not shed tears for that? ആരും അറിയാതെ അപ്പച്ചനോട് കരഞ്ഞിട്ടില്ലേ? Without no one seeing, have you not cried to the എല്ലാ Lord? അപ്പച്ചനും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? And has the Lord done it for you? തന്നിട്ടുണ്ടോ? Has the Lord done it for you? സന്തോഷിച്ചോ? നിങ്ങൾ So സന്തോഷിക്കും. you need to start സന്തോഷിക്കും. rejoicing. You need to ആരോട് start rejoicing. പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. Because the Holy Spirit is speaking to someone in this place. Rejoice. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുമെന്ന് That when you pray for what you're praying for, you will receive it. വസിക്കണം പോലും. But you need to dwell in the Lord. നാലാമത്തത്, Fourth thing, ഹല്ലേലൂയ, ഒരുവൻ ദൈവത്തിൽ വസിച്ചാൽ, if someone dwells in the Lord, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, and I really like this one, പിതാവിൽ നിന്ന് ഒരു അപ്രൂവൽ ലഭിക്കും. that you will receive an approval from the പിതാവ് Lord. അവനിൽ മഹത്വപ്പെടും. That God will glorify this person. God the Father will glorify. God the Father will glorify. ഹല്ലേലൂയ. Hallelujah. അഞ്ചാമത് പറയുന്നത്, The fifth thing, ഒരുവനിൽ വസിച്ചാൽ, if someone abides in me, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്തോഷം നമ്മളിൽ പൂർണ്ണമാണ്. and your joy and His joy will be complete in you. Amen. ഹല്ലേലൂയ. Hallelujah. അഞ്ച് കാര്യം. 5 things. അവനിൽ വസിക്കുക എന്നുള്ളതാണ് ദൗത്യം. The responsibility is to abide in Him Hallelujah. As a child of God, as a child of God, as a person who enjoys the privilege of as God, a person who enjoys the privilege of I God. and you have a responsibility to abide in Almighty. You have a responsibility to abide in the And when Almighty. you abide in Him, And when you abide in Him, number one, number one, He will abide in you. He will abide in you. Number two, Number two, you will yield much fruit. He will bear much fruit. Number three, Number three, whatever you desire for will come to pass. whatever you desire for will come Number to pass. four, Number four, God the Father will be glorified. God the Father will Number be glorified. five, Number five, the joy will be the completed. joy will be complete. Hallelujah. Hallelujah. Shall we all stand up? Shall all rise up to our feet? Hallelujah. ഒരു നിമിഷം Hallelujah. Let's all rise up to our feet ദൈവത്തോട് പറയാം, and say to കർത്താവേ, Jesus, അങ്ങിൽ വസിക്കുവാൻ, Lord, we want to abide in you. അങ്ങിൽ വസിക്കുവാൻ എന്നെ സഹായിക്കണം. Father God, help me abide in you. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് All for some time, all eyes ശാന്തമായ closed. സാന്നിധ്യത്തിൽ ഒരിക്കൽ കൂടെ അപ്പച്ചൻ ഒന്ന് സമർപ്പിച്ച്, And in this quiet presence, can you dedicate yourself once again to the hands of കർത്താവേ, the Lord? എന്റെ തിരക്കുള്ള ദിനങ്ങളിലും എന്റെ ജീവിതത്തിന്റെ എല്ലാ തിരക്കിന്റെ സാഹചര്യത്തിലും എപ്പോഴും അങ്ങയോട് പറ്റിച്ചേർന്നിരിപ്പാൻ എന്നെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച്, You need to start praying, Father God, in this busyness of my life, Father God, one thing I desire from you is that I want to abide in you at all times in my life. my schedule is so busy schedule. My schedule is such a busy Oh, schedule. hallelujah. Hallelujah. അതൊന്നും അല്ല എന്റെ അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്. But God does not desire എത്ര that. ബിസി സ്കെഡ്യൂളിലാണ്. No matter how busy schedule you have. Hallelujah. 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 ദൈവം ആഗ്രഹിക്കുന്നത് നീ അവനോട് പറ്റിച്ചേർന്നിരിക്കണം. God's desire for you is that you need to abide in Him. Abide in him. Abide in Him. അവനോട് പറ്റിയിരിക്കും. You need to abide in Jesus. അങ്ങനെ അബൈഡ് ചെയ്യുന്ന And when you abide in Jesus, ഹല്ലേലൂയ, ആ പ്രത്യേക സ്പിരിറ്റ്, and this a special a spirit, different spirit, a different spirit, കാലേബിൽ കണ്ട, in the spirit that was seen in Caleb, അത് യോശുവയിൽ കണ്ട a spirit that was seen in ആ Joshua, പ്രത്യേക ആത്മാവ് a special spirit അവരെ അത്ഭുതങ്ങളെ കാണുവാൻ തുണപ്പെടുത്തിയതുപോലെ that helped them or enabled them to see ദൈവത്തിന്റെ നന്മ greatness, കൊടുവാൻ ദൈവം നിന്നെ സഹായിക്കും. that you will be able to enjoy the ഒരു blessings നിമിഷം of the Lord കരങ്ങളെ and abide in ഏൽപ്പിച്ചുകൊണ്ട്, Him. കർത്താവേ, Once again, dedicate എന്നെ yourself. അതിന് സഹായിക്കണം. And you say, God, help me abide എന്നെ in you. വ്യക്തിപരമായി സഹായിക്കണം. Personally, help me, Lord. കുടുംബമായി സഹായിക്കണം. Help me as a family. സഭയായി സഹായിക്കണം. As a church, help me, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. കരങ്ങളിലേക്ക് സമർപ്പിച്ചു We give ourselves into your hands. പ്രാർത്ഥിക്കാം. Let's pray. കരുണയുള്ള ഞങ്ങളുടെ പിതാവ്, Oh Lord, Heavenly Father, നല്ല സമയത്തിനായി I സ്തോത്രം. thank you for this beautiful time. വചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടതിന് നന്ദി. Father God, thank you, Father God, for you have spoken from the depths of your എപ്പോഴും word. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ പറഞ്ഞ വചനത്തെ സ്വീകരിപ്പാനുള്ള നല്ല ഹൃദയം ഞങ്ങൾക്ക് നൽകണം. Father God, as a small child, Father God, help us receive every word that comes from you, Lord Jesus. ജീവിതയാത്രയുടെ തിരക്കേറിയ ഈ ലോക ജീവിത യാത്രയിൽ എപ്പോഴും അങ്ങയോട് പറ്റിയിരിപ്പാൻ എന്നെ സഹായിക്കണം. Father God, in the busyness of this life, Father God, help us constantly dwell in with you. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, Father God, you have said, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. because if you dwell in me, I will dwell in you.
അവൻ എന്നോട് പറ്റിരിക്കുകയാ, ഞാൻ അവനെ വിടുവിക്കും. And because you are dwelling in me, I will rescue him. Hallelujah. 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 കർത്താവേ, അങ്ങയിൽ എപ്പോഴും പറ്റിയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. Father God, help us all be dwelling and abiding in you at all times. അങ്ങയിൽ ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കും. Father God, help us be fruitful when we abide in you. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളെ സഹായിക്കണം. Father God, help us, Father God, to abide in you, that you may be അവിടുത്തെ glorified. സന്തോഷം ഞങ്ങളിൽ വർദ്ധിക്കുവാൻ സഹായിക്കണം. Father God, help us that your joy may be complete in us, Lord ഇന്ന് Jesus. പകൽക്കാല കരങ്ങളിലേക്ക് സമർപ്പിക്കും. We once again dedicate ഞങ്ങളുടെ ourselves to മക്കളെ you. സമർപ്പിക്കുന്നു. Lord, we dedicate all the children in your അവർ hands. ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ Lord, as they go home, ദൈവ സാന്നിധ്യം പകരണം. let your presence go, Lord. ഭവനത്തിലും വാഹനത്തിലും ജോലി സ്ഥലങ്ങളിലും ദൈവ സാന്നിധ്യം നൽകി കൊടുക്കണം. Lord, I pray in their house, in their travel, in their cars, and their അവരുടെ workplace. ദുർഘടങ്ങളെ നിരപ്പാക്കണമേ. Father God, all their troubles, let them be flattened, അവരുടെ Lord. വഴിയിൽ അങ്ങ് പ്രകാശമായിരിക്കണമേ. Let you be the light in their അവരുടെ കൈയുടെ അധ്വാനം ഫലം നൽകുന്നതായി Let the തീരട്ടെ. works of their hands produce fruit, Lord അവരുടെ Jesus. നാമമഹത്വം എടുക്കണം. Let your name alone be glorified. യാചന കേട്ടല്ലോ. Thank you for hearing our prayer. യേശുവിൻ നാമത്തിൽ In തന്നെ Jesus' name we pray.